ഹായ് ഹലോ. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണേ. കഴിഞ്ഞ മാസം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ചുകൂടി വർക്ക് കാണിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി കാണിക്കാമെന്ന് കരുതി. കഴിഞ്ഞ എൻ്റെ വീഡിയോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇനിയും ഇതുപോലെ എല്ലാവരും എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് ചാർജ് എങ്ങനെയാണ് വാങ്ങിക്കുക എന്നുള്ളത്. ഞാൻ സ്റ്റിച്ചിങ് ചാർജ് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യണതുകൊണ്ട് തന്നെ ബ്യൂട്ടിക് റേറ്റ് ഒന്നും വാങ്ങിക്കാറില്ല. നമ്മൾ വർക്ക് ഫിനിഷിംഗ് ആണ്, കസ്റ്റമർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എഫേർട്ടിനുള്ള ക്യാഷ് നമുക്ക് വാങ്ങിക്കാവുന്ന കേട്ടോ. പിന്നെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം എന്നില്ല സ്റ്റിച്ചിങ് ചാർജ്. ഇതാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന വർക്ക്. ഇത് ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു അംബ്രല ഗൗണാണ്. ഫുൾ സ്ലീവിലാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തും പിന്നെ ഷോളിലും നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷോളിൻ്റെ എല്ലാ ഭാഗത്തായിട്ടും ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഡ്രസ്സിൻ്റെ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമതായും അതേ വർക്ക് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോഡലൊക്കെ ഒന്ന് തന്നെ, പക്ഷേ ലേസിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നത്. ഷോളിലും സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ടായിരുന്ന ലേസ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ കസ്റ്റമർ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തതായി അവരുടെ തന്നെ കുട്ടിക്ക് വേണ്ടി ചെയ്ത വർക്കാണ്. 3.5 വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്കാണ്. യോക്കിൽ ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ സ്ലീവ് ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കസ്റ്റമർ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തതായി ഒരു കല്യാണത്തിന് വേണ്ടി 2 ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ. ഇത് അത്യാവശ്യം ഹെവി മെറ്റീരിയൽ യൂസ് ചെയ്ത വർക്കാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗത്തെ മെറ്റീരിയലും മുകൾ ഭാഗത്തെ മെറ്റീരിയലും അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മേൽഭാഗത്ത് കോട്ടിനായി കൊടുത്തിട്ടുണ്ടായിരുന്നത് 5 മീറ്ററോളം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സെൻറ്ററിൽ ഒരു ഓപ്പൺ ഇട്ടിട്ട് ചുറ്റുഭാഗം ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനായിട്ട് നമ്മൾ ഷോള് റെഡിമെയ്ഡായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രസ്സിൻ്റെ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്തതായിട്ട് അവരുടെ തന്നെ കുട്ടിക്ക് വേണ്ടി ചെയ്ത വർക്കാണ്. 2 ലെയറായിട്ടുണ്ടായിരുന്നൊരു ഫ്രോക്കാണ്. പിന്നെ അതിൻ്റെ സ്ലീവ് അംബ്രല സ്ലീവിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്ന ലുക്ക് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് 10 വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്ത വർക്കാണ്. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഗൗണും പിന്നെ അതിൻ്റെ മേലെ ഒരു ഏലൈൻ ടോപ്പുമാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടോപ്പ് നെറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഹെവി വർക്ക് വരുന്ന മെറ്റീരിയലായിരുന്നു കേട്ടോ. ഗൗണ് ഷിമ്മർ ഓർഗൻസയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗൗണിൻ്റെ അടിഭാഗത്ത് നമ്മൾ നെറ്റ് യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ലെയറായിട്ട് നമ്മൾ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഹെവി ലുക്കിലാണ് ഈ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളെ കസ്റ്റമർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്ന ലുക്കാണ് കേട്ടോ. പിന്നെ അവർക്ക് തന്നെ അൺസ്റ്റിച്ചഡ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ചുരിദാർ സെറ്റാണ്. അപ്പോൾ ഇതും മിറർ വർക്കും സ്റ്റോൺ വർക്കും വന്നിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിരുന്നു. അടുത്തതായിട്ട് ആലിയ കട്ടിൽ വരുന്ന ഷോർട്ട് കുർത്തിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞു ഉടുപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ലുക്ക്. അടുത്തതായിട്ട് 12 വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. സ്കേർട്ട് 5.5 മീറ്ററോളം മെറ്റീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സറാറ മോഡലിലാണ് നമ്മൾ പാനൽ കട്ടിലാണ് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഡ്രസ്സിൻ്റെ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തതൊരു മോം ആൻഡ് ഡോട്ടർ കോംബാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.